സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് സുവിശേഷത്തിൻ്റെ രക്ഷയുടെ ആദ്യത്തെ ഒരു തലത്തെക്കുറിച്ചാണ്. സുവിശേഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സുവിശേഷം എന്ന് വെച്ചാൽ ഈശോ രക്ഷകനാണ്. ജീസസ് ഈസ് എ സേവിയർ. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയാണ് രക്ഷകൻ. ഇതാണ് സുവിശേഷം. അതിൻ്റെ ആദ്യത്തെ ഒരു തലം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഭൗതികമായ തലങ്ങൾ, സാമ്പത്തികമായ മേഖലകളിലെ ഈശോയുടെ രക്ഷ എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഈശോയെ നമ്മുടെ ഓരോ സംരംഭങ്ങളിലേക്കും നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കണം എന്ന് കാനായിലെ കല്യാണ വിരുന്നിലെ നമ്മളത് മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുറവുകൾ, ആ മേഖലകളിലൊക്കെ വരുന്ന കുറവുകളും തകർച്ചകളിലും ഒക്കെ ഈശോയെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോയോട് ചോദിച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ അത് പരിഹരിച്ചു കൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ബോധ്യം നമ്മുടെ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. നമുക്ക് ആവശ്യമുള്ളതൊക്കെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകും. സ്വർഗീയ പിതാവ് നമുക്ക് നൽകും. അപ്പ പിതാവേ, ആ പിതാവ് നമുക്ക് നൽകും. നമ്മുടെ അപ്പച്ചൻ നമുക്ക് നൽകുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ ഈശോയാണ് എൻ്റെ സമ്പത്ത്, ഈശോയാണ് എൻ്റെ രക്ഷകൻ, എനിക്ക് വേണ്ടതെല്ലാം സർവശക്തനായ സർവാധിപനായ ദൈവപുത്രനായ തമ്പുരാൻ എനിക്ക് നൽകും എന്നുള്ളൊരു വിശ്വാസ അനുഭവ തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രക്ഷയുടെ ആദ്യത്തെ ഒരു തലമായിരുന്നു നാം മനസ്സിലാക്കിയ ഭൗതികമായിട്ടുള്ളൊരു തലം. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് രക്ഷയുടെ അടുത്തൊരു തലത്തിലേക്കാണ്. നമ്മുടെ അധ്വാനത്തിൻ്റെ മേഖലകൾ ഈശോ രക്ഷിക്കുന്നത് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. നാം ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലാണ് ആദ്യ ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്നത് നാം വായിക്കുന്നത്. അവിടെ ശിമയോൻ്റെ വള്ളത്തിൽ കയറി ഒരു ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്ന ഈശോയെ നാം കാണുന്നു. പഠിപ്പിച്ചതിന് ശേഷം സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. അപ്പോൾ ശിമയോൻ പറയുന്നൊരു വാചകം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത അനുഭവമാണ്. ഈശോയോട് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഇതേ വേദനയോടുകൂടി തമ്പുരാൻ്റെ തിരുമുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ ഭൗതികമായ തലങ്ങളിലെ അധ്വാനത്തിൻ്റെ മേഖലകളിലെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും കർത്താവേ, ഞാൻ എന്താ രക്ഷപ്പെടാത്തേ? ഈശോയോട് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെ ഞാനും നിങ്ങളൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥ. പ്രൊഫഷണൽ ഫിഷർമാൻ, നമ്മൾ പോയി ഒരു രസത്തിന് ചൂണ്ടിയിടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു മത്സ്യം പിടിക്കുന്നവനല്ല ആദ്യത്തെ മാർപ്പാപ്പ. കൃത്യമായി പറഞ്ഞ സാങ്കേതികമായിട്ട് എവിടെ വീശിയാൽ, എവിടെ വല വീശിയാൽ മീൻ കുരുങ്ങുമെന്നുള്ളത് തൻ്റെ അനുഭവ പരിചയത്തിൻ്റെ, തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. ആ മനുഷ്യനോട്, ശിമയോനോട് ഈശോ പറയുകയാണ്, മരപ്പണിയാണ് ഈശോയുടെ ജോലി. അതൊരു പക്ഷേ പത്രോസിന് അറിയോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. ഏതൊരു ജീസസ് എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, രസാവഹമായിട്ട്, എന്നെക്കാളും കൂടുതൽ അങ്ങേക്ക് അറിയോ എന്നുള്ള രീതിയിൽ, രസകരമായിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അവിടെ പത്രോസിൻ്റെ മറുപടി, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. 2 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ ജീവിതം രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഞാനത് പറയേണ്ടത് എൻ്റെ തമ്പുരാനോടാണ്. തമ്പുരാൻ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ അധ്വാനം മനസ്സിലാക്കുന്ന തമ്പുരാനാണ്, എൻ്റെ അധ്വാനം തിരിച്ചറിയുന്ന തമ്പുരാനാണ്. ആ തമ്പുരാനോട് നാം പറയണം, ഈശോയെ ഒന്നും കിട്ടുന്നില്ല, ഈശോ ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഈശോ എന്താ നമ്മോട് പറയുന്നതെന്ന് നാം കേൾക്കണം. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. പരിശുദ്ധാത്മാവ് പറയുന്നത് വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം. ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് വിവേചിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. എലിയാ പ്രവാചകൻ ആ ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവത്തിൻ്റെ ഒരു തലം നാം അവിടെ ദർശിക്കുന്നുണ്ട്. ശക്തമായ കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പം, ആ ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു. അവസാനം
വാക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നിശബ്ദമായ സ്വരമെന്നാണ്. എ സൈലൻറ്റ് വോയിസ്. സൈലൻറ്റ് വോയിസോ, ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. സൈലൻറ്റ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. വോയിസ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ സൈലൻസ് അവിടെ ഉണ്ടാകില്ലല്ലോ. പക്ഷെ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം. ആ നിശബ്ദതയിലെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും നീ എന്ത് ചെയ്യണമെന്ന്. നീ വല വീശേണ്ടത് വലത്തോട്ടാണ്. നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഈശോ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. സത്യാത്മാവ് നമ്മെ പഠിപ്പിക്കും. ഒരു സംശയവുമില്ല. നാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവബോധത്തിലേക്ക്, ഈ രക്ഷയുടെ അവബോധത്തിലേക്ക്, നമ്മുടെ അധ്വാനത്തിൻ്റെ മേഖലകൾ പലപ്പോഴും നാം കുടുങ്ങിക്കിടക്കാണ്. നമ്മൾ എത്രയൊക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാതെ പോകുന്ന കുടുംബങ്ങൾ, എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാതെ പോകുന്ന കുടുംബങ്ങൾ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടും കരകയറി പോകാത്ത കുടുംബങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ ഈശോ അധ്വാനം കാണുന്നു. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ പറയുന്നത് കേൾക്കുക. സ്നേഹമുള്ളവർ, ഇതുപോലെ തന്നെ നാം മനസ്സിലാക്കുന്നു. അത് വായിച്ചു കഴിയുമ്പോൾ വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. വല കീറിത്തുടങ്ങുന്ന അത്രമാത്രം മത്സ്യങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ 2 തിരിച്ചറിവുകളിലേക്ക് പത്രോസ്ലീഹ വരികയാണ്. ഈ അത്ഭുതം പ്രവർത്തിച്ചവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവൻ്റെ കാൽക്കലേക്ക് വീഴുന്ന പത്രോസ്ലീഹ, ഗുരു, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അത് ഈശോ വിട്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നതല്ല. ഗുരു, ഞാൻ പാപിയാണ്. തൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അധ്വാനത്തിൻ്റെ സമൃദ്ധി കണ്ട്, ആ രക്ഷകരായ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ സമൃദ്ധി കണ്ട് പത്രോസ്ലീഹ തന്നിലേക്ക് തന്നെയാണ് നോക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ കൃപയുടെ സമൃദ്ധികൾ ഉണ്ടാകുമ്പോൾ നാം പലപ്പോഴും നോക്കുന്നത് ആ പിടിച്ച മീനുകളാണ്. ആ പ്രവർത്തിച്ച അത്ഭുതം പ്രവർത്തിച്ച തമ്പുരാനെ നാം നോക്കാറില്ല. ഒരുപക്ഷെ നമ്മളും പത്രോസ്ലീഹയും തമ്മിലൊക്കെയുള്ള ഒരു വ്യത്യാസം ഒരുപക്ഷെ അതായിരിക്കാം. ശിമിയോനെ പത്രോസാക്കി മാറ്റിയത് ഒരുപക്ഷെ ആ ഒരു നോട്ടമാണ്, ഒരുപക്ഷെ ആ ഒരു പ്രാർത്ഥനയാണ്. മനോഹരമായിട്ടുള്ള പ്രാർത്ഥന പത്രോസ്ലീഹായുടെ. ആ പ്രാർത്ഥന, യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. ഇത് ഈശോ അകന്നു പോകാനല്ല പത്രോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ആ രക്ഷയുടെ സമൃദ്ധിയുടെ നിറവ് കണ്ട് തന്നിലേക്ക് തന്നെ നോക്കി തൻ്റെ അഭാവാവസ്ഥകൾ തിരിച്ചറിഞ്ഞ് ഞാൻ അയോഗ്യനാണെന്ന് ആ ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുന്ന പത്രോസ്ലീഹായാണ്. അത് നമുക്കൊരു വലിയ പാഠമാണ്. എത്രയോ മനുഷ്യരെ കർത്താവിൻ്റെ ഈ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോയിലേക്ക് നോക്കി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്, ഈശോയുടെ കൃപകളിലേക്ക് നോക്കി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം ദാവീദ് രാജാവാണ്. വാഗ്ദാന പേടകം ജെറൂസലം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചവിട്ടുന്ന ദാവീദ് രാജാവിനെ നാം അവിടെ കാണുന്നുണ്ട്. അത് കണ്ട് ദാവീദിൻ്റെ ഭാര്യ, ആ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ദാവീദ് രാജാവ് വരുമ്പോൾ ദാവീദിൻ്റെ ഭാര്യ പരിഹസിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവ് ഇന്ന് തന്നെ പരിഹാസ്യനാക്കിയല്ലോ ഇതുപോലെ നൃത്തം ചെയ്ത് എന്ന് പറഞ്ഞേ. അപ്പോൾ ദാവീദ് ആ രാജ്യസദസ്സിൽ നിന്നുകൊണ്ട് ഏറ്റു പറയുന്നതാണ്, ഞാൻ ഇനിയും നൃത്തം ചെയ്യും. എന്നെ ഒരിടയച്ചെറുക്കനായ എന്നെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയ തമ്പുരാൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ നൃത്തം ചെയ്തത്. സ്നേഹമുള്ളവരെ, അങ്ങനെ തമ്പുരാനിലേക്ക് നോക്കി കൃപയുടെ സമൃദ്ധികൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുമ്പോൾ വല കീറത്തക്ക വിധം മത്സ്യം നമ്മുടെ വലകളിൽ വന്ന് നിറഞ്ഞ് സമൃദ്ധിയുടെ പെരുമഴ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഇന്ന് ഈശോ ഈ രക്ഷയുടെ അനുഭവത്തിനോട് ചേർന്നുകൊണ്ട് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഒരു മീൻപിടുത്തം ഉത്ഥാനത്തിന് ശേഷം നാം കാണുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ്. നാം അവിടെ മനസ്സിലാക്കുന്നു, തിബേരിയസ് കടൽ തീരത്ത് അവരെ ഈശോയുടെ ഉയർപ്പ് അവരൊരിക്കൽ കണ്ടതാണ്. ഉയർത്തെഴുന്നേറ്റ് ഈശോയെ തിരിച്ചറിഞ്ഞതാണ്, കണ്ടതാണ്, സാക്ഷ്യപ്പെടുത്തിയതാണ്. പക്ഷെ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയിൽ അവർ വീണ്ടും ആ മീൻ പിടിക്കാനായിട്ട് വീണ്ടും പോകുന്നു. അങ്ങനെ ഒരു മീൻ പിടിക്കാനായിട്ട് പോകുന്നെങ്കിലും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും വചനം പറയുന്നു അവർക്ക് ആ ദിവസം ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ ഈശോ കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഈശോ ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? എന്നിട്ട് പറയും, നിങ്ങൾ വലത്തോട്ട് നിങ്ങൾ വല വീശുവിനെന്ന്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും.
സ്നേഹമുള്ളവരെ, അവിടെയും ആ രാത്രി മുഴുവനുള്ള ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെയും മറ്റ് ശിഷ്യന്മാരുടെയും അധ്വാനം ഈശോ കാണുകയാണ്. ഒന്നും കിട്ടാതെ വരുമ്പോൾ ഈശോ ആ അവസ്ഥയിലുണ്ട് എന്ന് ഒരിക്കൽ കൂടി ആ ശിഷ്യന്മാർ ഉറപ്പിക്കുകയാണ്. ഒരു ഒരു ഒരിക്കൽ ഈശോ കാണിച്ചു കൊടുത്താണ് ഈ ഒരു അത്ഭുതം ആദ്യം വിളിച്ചപ്പോൾ. ഇനി അവസാനം പത്രോസ്ലീഹായെ മാർപ്പാപ്പയായിട്ട് നിയോഗിച്ചയക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു അത്ഭുതം ഈശോ പ്രവർത്തിക്കുന്നത്. പത്രോസിൻ്റെ ആദ്യത്തെ അത്ഭുതം ഈ മീൻപിടുത്താണ്. പത്രോസ്ലീഹായുടെ ഏറ്റവും ജീവിതത്തിലെ ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ നടത്തുന്ന ഈ അത്ഭുതം, അവസാനത്തെ അത്ഭുതവും ഈ മീൻപിടുത്തമാണ്. അത് ആ നിയോഗം, സഭയെ നയിക്കുന്നതിനുള്ള നിയോഗം പത്രോസിലേക്ക് നൽകുന്നതിന് മുമ്പ് വീണ്ടും പത്രോസ്ലീഹായെ ഉറപ്പിക്കുകയാണ് ഒരർത്ഥത്തിൽ ഈശോയോട് ചെയ്യുന്നത്. അവിടെ നാം വായിക്കുന്നുണ്ട്, പക്ഷേ 153 മത്സ്യങ്ങൾ അതിലുണ്ടായിട്ടും, അത്രമേൽ മത്സ്യങ്ങളുണ്ടായിട്ടും ആ വല കീറിയില്ല. അതിനെയോർത്ത് ശിഷ്യന്മാർ അത്ഭുതപ്പെടുന്നതായിട്ട് യോഹന്നാൻ സുവിശേഷകൻ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അവിടെ ഒരു കാര്യം കൂടിയും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ അവിടെ പറയുന്നു, നിങ്ങളിപ്പോൾ പിടിച്ച മീനിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ നിന്ന് അല്പം ഇങ്ങോട്ട് കൊണ്ടുവരുവിൻ. അത് ഈശോ നമ്മുടെ അധ്വാനങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ, റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയാണ്. നാം അധ്വാനിക്കുന്നത് ഈശോയ്ക്ക് അറിയാം. ഈശോ നമ്മുടെ അധ്വാനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈശോ ബൈ പ്രൊഫഷൻ ഔസപിതാവിൻ്റെ ജോലി തന്നെയാകണം ചെയ്തിട്ടുണ്ടാകുക, മരപ്പണിക്കാരൻ. ഈശോയ്ക്ക് അറിയാം അധ്വാനത്തിൻ്റെ, വിയർപ്പിൻ്റെ ആ വേദന ഈശോയ്ക്ക് അറിയാം. അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും രക്ഷയിലേക്ക് പലപ്പോഴും നടന്നെടുക്കാൻ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് അറിയാം. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ, ഒന്നും തികയാതെ വരുന്ന അവസ്ഥകൾ ഈശോയ്ക്കറിയാം. എലിയാ പ്രവാചകൻ്റെ മുമ്പിൽ ആ വിധവ പറഞ്ഞതുപോലെ, ഇനി അല്പം മാവ്, അല്പം എണ്ണ, അത് നിനക്ക് തന്ന് ഞങ്ങൾ മരിച്ചുകൊള്ളാം എന്ന് പറയുന്ന രീതിയിലത്തെ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മളുണ്ടാകാം. അവിടെ ആ പഴയ നിയമത്തിലെ ആ എലിയാ പ്രവാചകനിലൂടെ ഒരു വലിയ ഒരു അറിയിപ്പ് ആ കുടുംബത്തിനെ, ആ വിധവയുടെ ജീവിതത്തിലേക്കായിട്ട് ആ ദൈവമായ കർത്താവ് നൽകുന്നുണ്ട്. ഞാൻ പറയുന്നത് വരെ നിൻ്റെ ആ മാവ് തീർന്നു പോവുകയില്ല, എണ്ണ തീർന്നു പോവുകയില്ല എന്നുള്ളൊരു ഉറപ്പ്. ഈശോ നമ്മുടെ അധ്വാനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ കടന്നു വരണം. ഈശോയ്ക്ക് നമ്മുടെ അധ്വാനങ്ങൾ അറിയാം. നാം പലപ്പോഴും ഈശോയുടെ ആ രക്ഷിക്കാൻ സാധിക്കാത്ത വണ്ണം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ അധ്വാനത്തിൻ്റെ മേഖലകൾ ഈശോയ്ക്ക് സമർപ്പിക്കുക എൻ്റെ പ്രിയമുള്ളവരെ. അവിടുന്ന് അത് കാണും, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സർവശക്തനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. ഈ ഉറപ്പിലേക്ക് നമ്മുടെ മനസ്സ് കടക്കട്ടെ ഈ ദിവസം. ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഒരു ചിന്ത ഇത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ടത്. രക്ഷയുടെ ഒരു തലം ഈശോ നമ്മുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഹീ നോസ് അവർ വർക്ക്സ്. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ വിയർപ്പ് ഈശോ അറിയുന്നു, ഈശോയോട് അനുഗ്രഹിക്കുന്നു, ഈശോ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ അധ്വാനത്തിൻ്റെ, ഈ വേദനകളുടെ, ഈ കഠിനാധ്വാനത്തിൻ്റെ മേഖലകൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രക്ഷയുടെ അടുത്തൊരു തലം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. രോഗത്തിൻ്റെ തലങ്ങളാണ്. ആ രോഗത്തിൻ്റെ മേഖലകൾ ഈശോ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യം, കുരുടന്മാർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു, ചികിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. യോഹന്നാനുള്ള സ്ഥിരീകരണം, താൻ ദൈവപുത്രനാണ് എന്നുള്ള സ്ഥിരീകരണം, ഉറപ്പ് ഈശോ യോഹന്നാൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ നോക്കൂ എന്താ ഇവിടെ സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, രോഗസൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. ഈശോയിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അവിടെ സൗഖ്യമുണ്ടാകും. എല്ലാ തലങ്ങളിലുമുള്ള സൗഖ്യമുണ്ടാകും.
നമ്മൾ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ പോലും അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചവർക്കൊക്കെ സൗഖ്യം അവിടെ ലഭിക്കുകയാണ്. ഈശോയുടെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ പോലും അവിടെ സൗഖ്യം ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം രക്തസ്രാവക്കാരി സ്ത്രീയുടെ അനുഭവം. മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 20 മുതൽ തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ്ലീഹ ചോദിക്കുകയാണ്, ഈ ജനം മുഴുവൻ തിക്കി തിരക്കുന്നു, എന്നിട്ടും ഒരാൾ നിന്നെ സ്പർശിച്ചു. അത് ഈശോ തിരിച്ചറിഞ്ഞു, ആരാ എന്നെ സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവർ, ഈശോയുടെ സൗഖ്യമുണ്ടാകുന്നത് ഈശോയെ സ്പർശിക്കുമ്പോഴാണ്. ഈശോയുടെ സൗഖ്യമുണ്ടാകുന്നത് ഈശോയിനുള്ള ശക്തി ഈശോയെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞൊഴുകുമ്പോഴാണ്. ഈശോയെ സ്പർശിക്കാനായിട്ട് നമ്മുടെ കരങ്ങൾ നമുക്ക് നീട്ടാം. ഈശോയെ സ്പർശിക്കാനായിട്ട് നമ്മുടെ കരങ്ങൾ നമുക്ക് നീട്ടാം. ഒത്തിരി പേർ തിക്കി തിരക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈശോയെ സ്പർശിച്ചത് ആ രക്തസ്രാവം പിടിപെട്ട 12 വർഷമായിട്ട് രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സമൂഹം മാറ്റി നിർത്തിയ, നമ്മൾ വായിക്കുന്നുണ്ട് ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ അത്തരം സ്ത്രീകൾ ആ കാലഘട്ടത്തിലെ അശുദ്ധരായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. സ്പർശിക്കാൻ പാടില്ല, അശുദ്ധരാകും. എങ്കിലും ധൈര്യം വെച്ച് ഈശോയെ സ്പർശിക്കുന്നു. ഈശോയെ സ്പർശിച്ചാൽ അവിടെ സൗഖ്യം ഉറപ്പാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്കൊരു അവബോധം തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. മാധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയമുള്ളവരെ. പ്രിയപ്പെട്ടവരുടെ വേദനകളും രോഗങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് സൗഖ്യം നേടിയവരുടെ കഥകൾ, സൗഖ്യം നേടിയവരുടെ അനുഭവങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ശതാധിപൻ തൻ്റെ ഭൃത്യന് വേണ്ടി ഈശോയുടെ മുമ്പിലേ പറയുന്നില്ലേ, നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖമാക്കപ്പെടും. ഈശോ അവനെക്കുറിച്ച് വിസ്മയിച്ചു കൊണ്ട് പറയുന്നു, ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് വിശ്വാസമില്ലേ? ലത്തീൻ കുർബാനയിലെ അവർ ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റുപറയുന്ന തിരുവചനമാണിത്. ഗുരു, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കരുളിയാൽ മതി, ഞാൻ സുഖമാക്കപ്പെടുമെന്ന്. അതുപോലെ കനാൻകാരി സ്ത്രീ അവളുടെ മകൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിലെ കരഞ്ഞപേക്ഷിക്കുന്ന കനാൻകാരി സ്ത്രീ ഈശോ ഒരർത്ഥത്തിൽ പറയാൻ മൈൻഡ് ചെയ്യുന്നില്ല. ശിഷ്യന്മാർ മധ്യസ്ഥം വഹിക്കുന്നു, അവൾ പോകുന്നില്ല. ഈശോ പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് എങ്ങനെ? പക്ഷെ അവളുടെ മനോഹരമായിട്ടുള്ള പ്രതിവചനം, നായ്ക്കൾ പോലും ആ മേശയുടെ കീഴെ വരുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിക്കുന്നുണ്ടോ? സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്. സ്ത്രീ എന്നുള്ള വാക്ക് ഈശോ ഉപയോഗിക്കുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ഒരു പരീക്ഷണമായിരുന്നു ആ സ്ത്രീയെ കടത്തിവിട്ടത്. പക്ഷെ ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് തത്തുല്യമായ സ്ഥാനം ഈശോ സ്ത്രീക്ക് നൽകി. അവളുടെ മകൾക്ക് സൗഖ്യം നൽകുന്നത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. മേൽക്കൂര പൊളിച്ച് ആ തളർവാദ രോഗിയെ താഴേക്കിറക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ, അവരുടെ വിശ്വാസം മൂലം ഈശോ ആ തളർവാദ രോഗിയോട് പറയുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ് എളുപ്പം? എഴുന്നേറ്റ് കിടക്കിയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ, അതോ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ? ഏതാണ് എളുപ്പമെന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി എഴുന്നേറ്റ് നിൻ്റെ കിടക്കിയും എടുത്ത് നടക്കൂ എന്ന് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കുന്നു. കൊണ്ടുവന്നവരുടെ ആരാണോ മാധ്യസ്ഥം വഹിച്ചേ അവരുടെ വിശ്വാസം കണ്ട് സുഖപ്പെടുത്തുകയാണ് ഈശോ. ശതാധിപൻ്റെ ഭൃത്യൻ, ശതാധിപൻ്റെ മാധ്യസ്ഥം മൂലം. കാനാൻകാരി സ്ത്രീയുടെ മകൾ, ആ അമ്മയുടെ വിശ്വാസം മൂലം. ആ തളർവാദ രോഗി, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം മൂലം ഈശോ അവർക്ക് സൗഖ്യം നൽകുകയാണ്. സ്നേഹമുള്ളവർ, ഇതോട് ചേർന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശുദ്ധിയെക്കുറിച്ച് ദിവസം നാം ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇറ്റലിക്കാരിയാണ്. ഈ വിശുദ്ധിയുടെ പേര് കീറ ബെദാനോ എന്നാണ്. കീറ ബെദാനോ. ഈ വിശുദ്ധ
ഒത്തിരി ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇവൾ ജനിക്കുന്നത് ഒക്ടോബർ 29, 1971. 11 വർഷം ഈ മകൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റുഗേരോ എൻ്റെ മരിയ തെരേസ 11 വർഷം പ്രാർത്ഥിക്കുന്നു. ഒരു മിടുക്കത്തിയാണ് ഇവൾ. നമ്മുടെ CLC ഒക്കെ പോലെയുള്ളൊരു സംഘടനയുണ്ട്, ഫൊക്കലോർ മൂവ്മെൻറ്റ്. ഈശോയ്ക്ക് വേണ്ടി, പരിത്യക്തനായ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നൊരു മൂവ്മെൻറ്റാണ്. അതിലവൾ ചേരുന്നു, മിടുക്കത്തിയായിട്ട് വളരുന്നു. പക്ഷേ ടെന്നീസും സ്വിമ്മിങ്ങും ഒക്കെ ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരി. പക്ഷെ അവൾക്ക് 1988 ഒരിക്കൽ കളിക്കുമ്പോൾ കൈമുട്ടിൽ വേദന. അവളെ ചികിത്സിക്കുന്നു. അപ്പോൾ മനസ്സിലായി ഓസ്റ്റിയോജെനിക് സർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ രോഗമാണ് ആ കൊച്ചിന്. അതറിയുമ്പോൾ അവൾ പറയും, ഈശോയെ നിനക്ക് വേണ്ടി, ഈശോയെ നിനക്കിത് വേണമെങ്കിലേ എനിക്കും ഇത് വേണം. ക്യാൻസറിൻ്റെ ചികിത്സകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മകളുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അവളുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ മകൾ പറയും, ഈശോയെ നിനക്കിത് വേണമെങ്കിലേ എനിക്കും ഇത് വേണം. ഇവളുടെ മുഖം ഇപ്പോഴും വലിയ സന്തോഷമാണ്, ചിരിക്കുന്ന മുഖം. അപ്പനൊരിക്കലൊക്കെ ആ ഒറ്റയ്ക്ക് റൂമിലായിരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ മകളെ. ഇവള് എന്നെ കാണിക്കാൻ വേണ്ടി ചിരിക്കുകയാണോ? അല്ല, അപ്പോഴും അവളുടെ മുഖത്ത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഒത്തിരി പേര് ഇവളെ ആശ്വസിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവസാനം ആശ്വസിപ്പിക്കാൻ വന്നവർക്കൊക്കെ ഇവളുടെ സന്തോഷം കണ്ട്, വേദനയുടെ മധ്യത്തിൽ പോലും ഇവളുടെ സന്തോഷം കണ്ട് അവരൊരു അർത്ഥത്തിൽ ആശ്വസിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൾ ചികിത്സിച്ച് ഡോക്ടർ ആൻറ്റോണിയോ ഒരിക്കൽ പറയുന്നുണ്ട്, അവളുടെ മുഖത്തിൻ്റെ പ്രകാശം അത് ജീവൻ്റെ ലക്ഷണം, അവളുടെ ജീവിതത്തിൽ മരണമില്ല എന്ന് തോന്നുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർദിനാൾ സൽദാരിയോ, ആർച്ച് ബിഷപ്പ് ഓഫ് ടൂറിൻ കാണാൻ വന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ നിൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രകാശം, ഈ സന്തോഷം അതെന്താ കാരണം? ഈ കൊച്ചുമകൾ ക്യാൻസറിൻ്റെ വേദനകളുടെ മധ്യേ കിടന്നുകൊണ്ട് അവൾ പറയും, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു, അതൊന്നു മാത്രം. അവസാനം അവൾക്കറിയാം താൻ മരിക്കുമ്പോൾ ഏറ്റവും അധികം വേദനിക്കുക അമ്മയായിരിക്കുമെന്ന്. അതുകൊണ്ട് അമ്മയെ അവൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മരിച്ചെൻ്റെ മരണവസ്ത്രങ്ങൾ, അവൾ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെഡ്ഡിങ്, ഈശോയെ കാണാനായിട്ടാണ് ഞാൻ പോകുന്നേ എന്ന്, ആ വെഡ്ഡിങ്. അതുകൊണ്ട് അവൾ പറയും, കൂടെ നിൽക്കുന്നവരൊക്കെ പറയും, എൻ്റെ മരണത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത്, വേദനിക്കരുത്, കാരണം ഞാൻ ഈശോയുടെ ഒപ്പമാണ്, നിങ്ങൾ സന്തോഷിക്കണം. ഫ്യൂണറൽ സർവീസിലെ ഏതൊക്കെ പാട്ടുകൾ പാടണമെന്ന് അവൾ തന്നെ തിരഞ്ഞെടുത്തു, ആ സന്തോഷത്തിൻ്റെ ഗീതങ്ങൾ. ഒത്തിരി പേര് ആ ഫ്യൂണറലിൽ പങ്കെടുക്കുന്നു. അവസാനം ആ മകള് 1990 ഒക്ടോബർ 7 ഇത് പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്, ബൈ മോം ബി ഹാപ്പി ബിക്കോസ് ഐ ആം ഹാപ്പി. ഞാൻ ഈശോയെ കാണാനാണ് പോകുന്നത്. സ്നേഹമുള്ള രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഈ വിശുദ്ധയെ നമ്മളൊന്ന് ഓർക്കണം. ബ്ലെസ്സഡ് കേറ ബെഥോന. സഹനങ്ങളുടെ ഈ അവസ്ഥയിലും ഈശോ സൗഖ്യം നൽകുന്നെന്ന് തിരിച്ചറിയുന്ന ഒരു സുവിശേഷത്തിൻ്റെ രക്ഷയുണ്ട്. നമ്മുടെ അൽഫോൻസമ്മ നമുക്കത് പഠിപ്പിച്ചു തന്നതാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി നമുക്കത് പഠിപ്പിച്ചു തന്നതാണ്. രോഗത്തിൻ്റെ വേദനകളുടെ മധ്യയും ഈശോയുടെ രക്ഷയുടെ പ്രഘോഷകരായിത്തീരുന്നു. നമ്മുടെ വേദനകൾ, സഹനങ്ങൾ, തകർച്ചകൾ, ഇതൊക്കെ വേദനകളുടെ അവസ്ഥകളിലും രക്ഷകരായിട്ടുള്ള ഈശോ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വിശുദ്ധയെ സെപ്റ്റംബർ 25, 2010 വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. നമുക്കൊരു പാഠമാണ്. നമ്മുടെ മനസ്സുകളെ ഇന്ന് ഈശോയുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. നമ്മുടെ അധ്വാനത്തിൻ്റെ തലങ്ങൾ, നമ്മൾ വല വീശിയിട്ടുമൊന്നും കിട്ടാത്ത അവസ്ഥകൾ, രോഗത്തിൻ്റെ മേഖലകളിലെ ഈശോ, സൗഖ്യദായകരായ ഈശോ, രക്ഷകരായ ഈശോ കൂടെയുണ്ട്. ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സുകളെ ബലപ്പെടുത്തട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.